everyone, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവോൾട്ട് ഓഫ് 1857 കുറിച്ചാണ്. സോ റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് റിവോൾട്ട് എഗൻസ്റ്റ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ടുള്ള ആദ്യത്തെ റിവോൾട്ടാണ് റിവോൾട്ട് ഓഫ് 1857. സോ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സോ ആദ്യത്തെ കാരണം പറയുകയാണെങ്കിൽ കാട്രിഡ്ജസ്, അതായത് എൻഫീൽഡ് റൈഫിളിൽ ഉണ്ടായിരുന്ന കാട്രിഡ്ജസിൽ പിഗിൻ്റെയും കൗവിൻ്റെയും ഫാറ്റ് ഉണ്ടായിരുന്നു എന്നൊരു റൂമർ പരന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് ആൾക്കാരുടെ മതപരമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്തു, ഹിന്ദുസിൻ്റെയും മുസ്ലിംസിൻ്റെയും. സോ അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നൊരു റൂമർ സ്പ്രെഡ് ചെയ്തു. അതായത് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ബ്രിട്ടീഷുകാർ കൺവേർട്ട് ചെയ്യുന്നു എന്നൊരു റൂമർ സ്പ്രെഡ് ചെയ്തു. അത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഇന്ത്യൻ രാജാക്കന്മാർക്ക് എതിരായിരുന്നു. എന്തിനെതിരായിരുന്നു? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, സബ്സിഡറി അലയൻസ്, ഇങ്ങനത്തെയുള്ള ബ്രിട്ടീഷ് പോളിസീസിനെതിരെ ഇന്ത്യൻ രാജാക്കന്മാർ എതിരായിരുന്നു. സോ ഇതൊക്കെയാണ് റിവോൾട്ട് ഓഫ് 1857 കാരണങ്ങൾ. ഇനി നമ്മൾ റിവോൾട്ട് ഓഫ് 1857 ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് പറയുകയാണെങ്കിൽ ഭാരത്പൂരിൽ മംഗൽ പാണ്ഡെ ആയിരുന്നു. ലക്നൌവിൽ ബിഗം ഹസ്രത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബ് ആൻഡ് ടാൻറ്റിയ ടോപ്പ്, ഡൽഹിയിൽ ബഹാദുർ ഷാ ആൻഡ് ജനറൽ ഭക്ത് ഖാൻ, ബീഹാറിൽ ഖുൻവാർ സിംഗ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ്, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ബറേലിയിൽ ഖാൻ ബഹാദുർ ഖാൻ, ഫത്തേപൂരിൽ അസീമുള്ള ഖാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.